രണ്ട് മുന്നണികളും പി വി അൻവറും പ്രധാനമായി ഉറ്റുനോക്കുന്ന ഗ്രാമപഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്ത്. വഴിക്കടവ് പഞ്ചായത്തിലെ മുടപ്പൈക എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. അവിടെ ഒരു സ്കൂളിലെ പോളിംഗ് ബൂത്ത്, ഒരു 3 ബൂത്ത് ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ ഒരു വലിയ പങ്കാളിത്തം കാണാൻ കഴിയുന്നുണ്ട്. അത് മഴയൊന്നും കുഴപ്പമില്ല, രാവിലെ വോട്ട് ചെയ്യുക എന്നുള്ളതാണല്ലേ? വോട്ട് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ആർക്കാണെന്നല്ലേ? എന്തുണ്ട് പ്രചരണമൊക്കെ കണ്ടിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? കുഴപ്പമൊന്നുമില്ല, എന്നാലും ജയിക്കുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. വോട്ട് ആർക്ക് ചെയ്യണമെന്ന് പ്രചരണത്തിന് ശേഷമാണോ തീരുമാനിച്ചത് അതോ അതിന് മുന്നേ തീരുമാനിച്ചു? അതിന് മുമ്പേ തീരുമാനിച്ച, പ്രചരണത്തിന് മുന്നേ തീരുമാനിച്ചു, മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേക്കാം. പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ച ആൾക്കാരുണ്ട്, പ്രചരണം തുടങ്ങിയതിന് ശേഷം തീരുമാനിച്ച ആൾക്കാരുണ്ട്, ആദ്യത്തെ വോട്ടർമാർ ഉണ്ട്. അങ്ങനെ പ്രചരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിലമ്പൂരിൽ നമുക്ക് വലിയ ഈ മഴ ഈ പോളിങ്ങിനൊക്കെ ബാധിക്കുമോ? അല്ല നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടോ ആർക്ക് വോട്ട് ചെയ്യണം? നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനിച്ചോ ആർക്ക് വോട്ട് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആളെ പ്രഖ്യാപിച്ചപ്പോൾ തൊട്ട് തീരുമാനിച്ചു വന്നിട്ട്. അതെ, നമുക്ക് കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് അതിനകത്ത്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മഴയൊന്നും ഈ തെരഞ്ഞെടുപ്പിനെയൊന്നും സ്വാധീനിക്കുന്നില്ല അല്ലേ? കുഴപ്പമില്ല, മഴ ഉണ്ടെങ്കിലും നമ്മൾ വോട്ട് ചെയ്യും. അത് വോട്ട് ചെയ്യും, അത് നമ്മളെ ആവശ്യമാണല്ലോ വോട്ട് ചെയ്യുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിലും രാവിലെ ഒന്ന് വോട്ട് ചെയ്യാറുണ്ടോ? എല്ലാം ഒന്നും ഒഴിവായിട്ട് ഇതുവരെ ഒരു കാലം വരെ വോട്ട് ഒഴിവാക്കില്ല. ജനാധിപത്യ വോട്ടവകാശം നമ്മൾ കൃത്യമായി വിനിയോഗിക്കും, അതാണ് നമ്മളത്. അതെ, നിലമ്പൂരിലെ വോട്ടർമാർ അങ്ങനെയാണ്. ജനാധിപത്യത്തിൽ വോട്ടവകാശത്തിനുള്ള സ്വാധീനത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്, അതവർ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യും. ഇനിയും വോട്ടർമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളൊക്കെ ആയിട്ട് വരുന്നത്. മഴയൊന്നും പ്രശ്നമല്ല, നമ്മൾ വോട്ട് ചെയ്യുക. വോട്ട് നമ്മൾ ചെയ്യണമെന്ന് ഈ പ്രചരണത്തിൻ്റെ ഈ കോലാഹലമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന്? ഇല്ല, അങ്ങനെയൊന്നും വ്യക്തിപരമായ ആവശ്യങ്ങളില്ല. അല്ല, ഈ പ്രചരണം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്? അല്ലല്ല, അതിന് മുമ്പ് തീരുമാനിച്ചു. അങ്ങനെ നേരത്തെ തീരുമാനിച്ച ആൾക്കാരുണ്ട്, വോട്ട് ചെയ്തിട്ട് ഇറങ്ങിയവരുണ്ട്. അമ്മ വോട്ട് ചെയ്താ? ഈ എങ്ങനെ ഉണ്ടായിരുന്നു പ്രചരണമൊക്കെ കണ്ടിരുന്നോ? ടി വിയിലൊക്കെ കാണാറുണ്ടോ? തീർച്ചയായിട്ടും, ടിവിയിലും പേപ്പറും മൊത്തത്തിൽ രസം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. ഒരു വർഷത്തിനിടെ 3ാമത്തെ വോട്ടാണ് നിങ്ങൾ നിലമ്പൂരുകാർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു മടുപ്പില്ല? ഇല്ല, അതെ അതെ. നമുക്ക് ഈ വോട്ട് ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോഴേ, ഈ വോട്ട് ചെയ്യണം ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു ആർക്ക് ഞാൻ ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്യുന്നത് തീരുമാനിച്ചത്? അല്ല, പ്രഖ്യാപിച്ചതിന് ശേഷം. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം ആ സമയത്ത് നമ്മൾ തീരുമാനിച്ചു ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിച്ചു. ആ വോട്ട് നിർവഹിച്ചു. അതെ അതെ. ഇവിടെയുണ്ട് ആൾക്കാർ വോട്ടൊക്കെ ചെയ്താ? ചെയ്തു. ഈ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു. അതെ അതെ. പ്രചരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? പ്രചരണം നല്ല രീതിയിൽ നല്ല ഗംഭീരമായിരുന്നു. മഴയാണെങ്കിലും നല്ല ഉഷാറായി നടന്നു. നിങ്ങൾ നിലമ്പൂരുകാരെ മഴയൊന്നും ബാധിക്കത്തില്ല വോട്ടിന്? ഇല്ല, നിങ്ങളൊരു ആവേശ കമ്മിറ്റിയാണ് മൊത്തത്തിൽ അല്ലേ? ഇത് 3ാമത്തെ പ്രാവശ്യമല്ലേ? ഒരു വർഷത്തിനിടെ 3ാമത്തെ പ്രാവശ്യം, അതുകൊണ്ട് പറഞ്ഞത് അങ്ങനെ പോകുന്നു. അത് നിലമ്പൂരുകാരുടെ ആവേശം ഇതാണ്. അവരെ ഇതൊന്നും ബാധിക്കില്ല, അവർ കാരണവശാലും ബാധിക്കില്ല. ആദ്യത്തെ വോട്ടറാണെന്ന് തോന്നുന്നു. വോട്ട് ചെയ്താ? ആദ്യത്തെ വോട്ടാണോ ഫസ്റ്റ് വോട്ടാണോ? ഫസ്റ്റ് വോട്ട് ചെയ്തിട്ട് എന്താണ് ഒരു അനുഭവം, എന്താണ് മനസ്സിന് വലിയ തൃപ്തി തോന്നി? ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചോ അതോ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷമാണോ തീരുമാനിച്ചത്? നേരത്തെ തീരുമാനിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു? അല്ല, ഒരു വന്നപ്പോ. എന്താണ് ഇന്നിപ്പോ രാജ്ഭവന്റെ പരിപാടിയിൽ ഇറങ്ങി പോരാണ് ചെയ്തത്?